എൻ്റെ യാത്രയിൽ വെച്ചിട്ട് എനിക്ക് തുർക്കിയിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടായതിന് ശേഷം എന്നെ വളരെ മോശമാക്കി ചിത്രീകരിച്ചിട്ട് യൂട്യൂബ് ചാനലുകൾ എനിക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും മോശം രീതിയിൽ ആളുകൾ വീഡിയോ ആക്കി ചെയ്തിട്ട് അപ്പം ഞാനിപ്പോൾ നാട്ടിലെത്തിയ സമയത്ത് കേസ് കൊടുക്കാൻ വേണ്ടി വന്നാണ്. ഇപ്പോൾ ഞാൻ സൈബർ പോലീസിൽ കോഴിക്കോട് കേസ് കൊടുത്തതിൻ്റെ ഇതാണ് റെസിപ്റ്റാണ് ഈ കാണുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടാണ് ഇവിടെ കേസ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് മീ കൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ, പിന്നെ ബിച്ചു സ്ട്രോക്ക്, പിന്നെ എന്തായിരുന്നു അതുൽസ് വ്ലോഗ്, അങ്ങനെ കുറേ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ പേരെല്ലാം സ്പെസിഫൈ ചെയ്ത് ഇതിൻ്റെ ലിങ്ക് ഉൾപ്പെടെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവർക്കൊക്കെ എതിരെ ലീഗൽ ആക്ഷൻസ് എടുക്കും. അപ്പോൾ എന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സെഡ്യൂസ് ചെയ്തിട്ട് എന്താ പറയുക, എൻ്റെ സ്വകാര്യ ഭാഗ്യം തുറന്ന് കാണിച്ചിട്ട് ഞാൻ വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ട് അയാൾ മാസ്റ്റർബേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എൻ്റെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വെറുതെ അല്ലേ, വെറുതെ ആർക്കും എന്തും വന്ന് പറയാനും കാണിക്കാനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമല്ല. അതെ, അതായത് കോണ്ടന്റ് ഇല്ലാത്ത ആളുകൾക്ക് എന്നെ പോലെ യാത്ര ചെയ്യുന്ന കോണ്ടന്റും മറ്റുള്ള ആളുകളുടെ കോണ്ടന്റും വെച്ചിട്ട് പൈസ ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കുന്ന ആളുകളാണ് ഒരുപാട് ആൾക്കാർ, ഒരുപാട് പേർക്ക് എന്താ പറയാ. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ എത്രയോ ആൾക്കാർ, പല ആൾക്കാരും സൂയിസൈഡ് വരെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മോശം കമന്റുകളും സോഷ്യൽ മീഡിയയില്. അതെ, എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും എന്തായാലും. അതെ അതെ അതെ, ഞാനിങ്ങനെ യാത്രേന്റെ ഇടയിൽ ആദ്യമൊക്കെ ഞാൻ ഇത് ഒരുപാട് ഉണ്ടായിട്ട് മൈൻഡ് ചെയ്യാണ്ടിരുന്നു. പക്ഷെ ഇതെനിക്ക് കൂടുതൽ എന്നെ ബാധിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ വന്നിങ്ങനെ കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് ആയിട്ടാണെങ്കിലും ഒരു മെസ്സേജ്, പേഴ്സണൽ മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തുകയാണെങ്കിലും ഇവിടെ അല്ല, ഇവിടെ കേരളത്തിൽ എവിടെയാണെങ്കിലും സൈബർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരതിന്റെ ലീഗലി പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കും. അതെ, തുണ ആപ്പ് വഴി നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും അവർ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് റെസിപ്റ്റ് എല്ലാം തരും. സോ അവരെന്തായാലും ആക്ഷൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അങ്ങനെ ആരും പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ ലീഗലി തന്നെ മൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്താണ് ഇതിൻ്റെ ഫർദർ പ്രൊസീജിയേഴ്സ് എന്നറിയില്ല. എന്തായാലും അവർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ വിളിപ്പിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവരെ വിളിക്കും. FIR ഞാൻ ഫയൽ ചെയ്യുന്നുണ്ട്, അത് മസ്റ്റായിട്ട് ഞാൻ ഫയൽ ചെയ്യും. മാത്രമല്ല അവരെന്താന്ന് വെച്ചാൽ അതിലുള്ള അനുഭവിക്കും. അവർ ഒരു കാരണവും ഇല്ലാതെ എന്നെ മോശമാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ലീഗലി എന്താ പറയുക, നമ്മുടെ കേരള പോലീസ് തന്നെ അതിനുള്ള ലീഗൽ ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും.